Once again, welcome to my video blog, AjayTechTips. ഞാൻ Ajay, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പം ഞങ്ങളിന്ന് വന്നത് ഒരു സന്തോഷമുള്ള ഒരു വാർത്ത പറയാനാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, മൈ ട്യൂഷൻ ആപ്പിനെ കുറിച്ചിട്ടാണ്. ഞാൻ എൻ്റെ മോൾക്ക് ഈ കൊല്ലം മൈ ട്യൂഷൻ ആപ്പാണ് എടുത്തത്. ഒരു 8 മാസം മുമ്പ് ഞാൻ മൈ ട്യൂഷൻ ആപ്പിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ മോള് 5th സ്റ്റാൻഡേർഡിൽ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ വേറെ ട്യൂഷൻ വെക്കില്ല, പകരം മൈ ട്യൂഷൻ ആപ്പ് ആണ് കൊടുക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് കാണാം. കാരണം വളരെ യൂസ്ഫുൾ വീഡിയോ. അന്ന് പക്ഷേ മൈ ട്യൂഷൻ ആപ്പിൽ 3 സബ്ജക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ, ലാംഗ്വേജസ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം 5 സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്. അത് വെറും 5th സ്റ്റാൻഡേർഡിന് 3,999 ആണ്. അത് അറൌണ്ട് 4,000 റുപ്പീസിനാണ് നമുക്ക് ഈ ഒരു ആപ്പ് കിട്ടിയത്. പിന്നെ ആദ്യമേ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഇനി അവൾ കുറച്ച് ഈ ആപ്പിനെ പറ്റി പറയും, കാരണം അവൾ ഇത് യൂസ് ചെയ്തു. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ അവളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ അവളെ ഇരുത്തിയത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നോക്കുമ്പം കണ്ട കുറച്ച് ഹൈലൈറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ ഒന്നും കൂടെ പറയാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്കൊരു ആപ്പ് അല്ലെങ്കിൽ ഒരു ഡിവൈസോ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അതൊരു ടെക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ട്രൈപോഡിനും അതേപോലെ തന്നെ ഗിംബൽ വാങ്ങിയപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഹൈലൈറ്റ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്, ഇത് നമുക്ക് ഏത് ആൻഡ്രോയിഡ് ഡിവൈസിലും ഇൻസ്റ്റാൾ ചെയ്ത് ആ ഡിവൈസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. കാരണം ഞാനൊക്കെ ഫോൺ പറഞ്ഞാൽ 1-1.5 കൊല്ലം 2 കൊല്ലം മാക്സിമം പോയാൽ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോണിലേക്ക് എനിക്കിത് മൈഗ്രേറ്റ് ചെയ്യാം, വെറും ഒരു OTPയുടെ സഹായത്തോട് കൂടിയിട്ട്. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണം. ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് വേറൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ, ഒരു OTP ആ നമ്പറിൽ വരും. നമ്മുടെ ഏത് നമ്പറാണോ രജിസ്റ്റർ ചെയ്ത ആ നമ്പറിൽ വന്ന ആ OTP എടുത്തിട്ട് നമുക്ക് വേറെ ഡിവൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അത് ഏറ്റവും വലിയൊരു ഗുണമാണ്. പിന്നെ ഞാൻ കണ്ട ഇതിലൊരു ഹൈലൈറ്റ്, അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഓരോ വീഡിയോ ക്ലാസ്സസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇത് ട്യൂഷൻ ആപ്പാണ്, വീഡിയോ ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പ്രശ്നം വരാൻ എന്താണ്, നമ്മുടെ ഫോണിൽ മെമ്മറി സ്പേസ്. ഈ മെമ്മറി സ്പേസ് പറഞ്ഞാൽ ഫോൺ മെമ്മറിയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുക ഒരു മിനിമം റിക്വയർമെന്റ് 32 GB അല്ലെങ്കിൽ 64 GB ഉള്ള ഇതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു ചോദ്യമുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ വാട്സപ്പ് പോലും നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്യണത് എവിടെയാണ്, ഇന്റേണൽ മെമ്മറിയിൽ. ഇത് നമ്മൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണ നേരത്ത് അത് ചോദിക്കും എവിടെ ഡൗൺലോഡ് ചെയ്യണം, അതായത് മെമ്മറി കാർഡിലാണോ അതോ ഫോൺ മെമ്മറിയിലാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ശരിക്കും വാട്സപ്പ് ഒക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ഇങ്ങനൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടില്ല. അതിന് ഹാറ്റ്സ് ഓഫ് ടു മൈ ട്യൂഷൻ ആപ്പ് ഡെവലപ്പേഴ്സ്. അവർ അത്രയും നല്ലോണം ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞാൽ, ഇതിൻ്റെ കണ്ടന്റ്സ് വളരെ, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ട്യൂഷൻ വെക്കാന്ന് വെച്ചാൽ ഒരിക്കലും നമുക്കൊരു 4,000 റുപ്പീസിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കില്ല. കാരണം അത്രയും ഒരു 5 സബ്ജക്ട്സ് ആണ് ഇവർ തരുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ, ബാക്കി ക്ലാസ്സുകൾക്കുള്ളതും കൂടി ഉണ്ട്. അവരെ ബ്രോഷർ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. 3,999 ആണ് UP സെക്ഷനിൽ വരുന്നത്. അത് 5th 6th 7th ഇതിൽ വരുന്ന ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, ബേസിക് സയൻസ്, സോഷ്യൽ. പിന്നെ ഹൈസ്കൂളിലാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ്. അതിൽ 9th 10th എന്താണ് ജിയോഗ്രഫിയും വരും. അത് 4,999. അതും എക്കണോമിക്കലാണ്. നമ്മളൊരു 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് 5,000 രൂപയ്ക്ക് ഒരു കൊല്ലത്തേക്ക് ട്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യം. പിന്നെ HSS-നുണ്ട്, പിന്നെ അത് 7,999 വരും. അത് ബയോളജിക്ക്. കമ്പ്യൂട്ടർ CS-ന് വരുമ്പോൾ 5,999 വരും. പിന്നെ VHSE വരുമ്പോൾ അതേപോലെ തന്നെ 5,999 വരും. ഞാൻ പറഞ്ഞില്ല, ഇക്കണോമിക്കലായിട്ട്. കാരണം
10,000 20,000 ഒന്നും കൊടുക്കാണ്ട് തന്നെ 10,000 20,000 കൊടുക്കാണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞാൽ അവർ വേറെ ഡിവൈസ് ഒന്നും തരാത്തതാണ് ഏറ്റവും നല്ല സുഖം. കാരണം എന്താ, നമ്മുടെ ഒരു ഫോൺ മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മാറ്റാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ പഠിപ്പിന് അവിടെ എഫക്റ്റ് ആവും. ഇതിപ്പോൾ അവൾക്ക് കൊടുത്ത ഫോണിന് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സിമ്മിൽ എൻ്റെ ഫോണിൽ ഇട്ടിട്ട് OTP വരുത്തിയിട്ട് എനിക്ക് എൻ്റെ ഫോണിലോ എൻ്റെ വൈഫിൻ്റെ ഫോണിലോ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഒരു പഠിത്തം അവിടെ നമുക്ക് സ്റ്റക്ക് ആവുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ഞാനിതിനെ പുകഴ്ത്തി പറയല്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത, കാരണം ഒരു യൂസർ എക്സ്പീരിയൻസ്. ഇനി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയാനുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ആളോട് തന്നെ നിങ്ങൾക്ക് വാങ്ങാം, കാരണം അവർ നല്ല സർവീസാണ് തരുന്നത്. ഇൻസ്റ്റാളേഷനും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് നല്ലതാണ് തരുന്നുണ്ട്. ജിനീഷ് എന്നാണ് പേര്. അവരെ നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ ആദ്യം മുതലേക്കേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഗിംബൽ വാങ്ങിയപ്പോഴത് വാങ്ങിയ കടയുടെ പേര് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ നല്ല സർവീസ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടും. കാരണം ഞാൻ ഈ വീഡിയോ അവർക്ക് ചെയ്തത് അവർക്ക് വളരെ ഉപകാരമാണ്. അപ്പം ഇതിൽ പറയണത് എൻ്റെ മോൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ മനസ്സിലായി. പിന്നെ അതിൽ വേറൊരു കാര്യം, നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമുക്ക് എന്താ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടിയുടെ എങ്ങനെ പഠിത്തം ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്, അത് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യം. അപ്പം അത് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചത്. അതിന് മുമ്പ് എൻ്റെ മോൾക്ക് ഇതിനെപ്പറ്റി, ഈ ആപ്പിനെ പറ്റി ഒരു 4 വാക്ക് പറയാം. ഓക്കെ, ഈ ആപ്പില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഞാൻ ആദ്യം എടുത്തത്. ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞുതരും. പിന്നെ അതിന്റെ ടഫുള്ള ഇതൊക്കെ നമുക്ക് മീനിങ് മലയാളത്തിലും പറഞ്ഞുതരും. പിന്നെ അത് ആ കഥ തന്നെ മലയാളത്തിൽ ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തരും. ഇതിന്റെ ലാസ്റ്റ് നമുക്ക് ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ കാണിക്കും. അപ്പൊ നമുക്ക് അത് പഠിച്ചെടുത്തിട്ട് അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇവളെ എക്സാം എഴുതിയിട്ട് 100 ഔട്ട് ഓഫ് 100 അവൾക്ക് കിട്ടി. വാലുവേറ്റ് ചെയ്തിട്ട് അത്ര നല്ലോണം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. അവർ ടോപ്പ് സ്കോറർ ആവുന്ന 100% ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഇത് അറിയാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ നേരെ ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇതിൽ കാണിച്ച നമ്പറിൽ അല്ലെങ്കിൽ എന്നെയോ കോൺടാക്ട് ചെയ്യാൻ ഞാൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തുതരാം. കാരണം എന്താ വെച്ചാൽ ഇത് കേരളത്തിലെ ഇന്ത്യയിൽ എവിടെയും നമ്മൾ ചെയ്തുതരും. കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. അടിപൊളി ആപ്പാണ്, ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ട്യൂട്ടോറിയലിലേക്ക് പോകാം. അല്ലെ പോവല്ലേ? അപ്പൊ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം മൈ ട്യൂഷൻ ആപ്പ് 90+ മൈ ട്യൂഷൻ ആപ്പ് ഓപ്പൺ ചെയ്തു. ഇതെൻ്റെ മോളുടെ സ്കോറാണ്, അത് ഞാൻ അതിലേക്ക് വരാം. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ മൈ ട്യൂഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ഇതിൽ നമുക്ക് 5 സബ്ജക്റ്റാണ് 5ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്കുള്ളത്. ഹൈസ്കൂൾ ആകുമ്പോൾ ഒക്കെ കെമിസ്ട്രിയും ഫിസിക്സും വരും, PGക്ക് അതിൻ്റെ ഇതൊക്കെ വരും. അതിലേക്കൊക്കെ നമുക്ക് പോവാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ അവൾ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. ക്ലാസ് ഒന്നും തുടങ്ങാത്തതുകൊണ്ട് ഇംഗ്ലീഷ് മാത്രമാണ് എടുത്തത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് പറയാം. 8 ക്ലാസ്സസ് ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. അതിലൊരു ചാപ്റ്ററിന് അത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ആ വീഡിയോ കാണുമ്പം ഒരു മടുപ്പ് ഉളവാക്കില്ല. അപ്പം ഒന്നാമത്തേത് കുറച്ച് നേരം കാണാം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാണാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വരുമ്പോൾ ഇവിടെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറെ കാണാം. ഞാനിത് കൂടുതലായിട്ട് പ്ലേ ചെയ്യില്ല, കാരണം എന്താ വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരാം മേ ബി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, പഠിച്ച ക്വസ്റ്റ്യൻസ് അത് ഇവിടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ഹോം ടെസ്റ്റ് ചെയ്യാം. ഈ ഹോം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാർക്ക് അറിയാൻ പറ്റും. അങ്ങനെ എൻ്റെ മോൾക്ക് 100 ഔട്ട് ഓഫ് 100 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ 3 ലൈൻസ് ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹോം നമുക്ക് ഈ ഹോം പേജ് തന്നെയാണ് വരിക. പിന്നെ വരുന്നത് കുട്ടീൻ്റെ പ്രൊഫൈലാണ്, പ്രൊഫൈൽ നെയിം ഉണ്ട്, ആ ഡീറ്റെയിൽസ്, ക്ലാസ്സിൻ്റെ ഇത്, എൻ്റെ മെയിൽ ID ആണ്. നിങ്ങൾക്ക് എന്ത് ക്വയറി ഉണ്ടെങ്കിൽ ഈ മെയിൽ ID അയക്കാം. പിന്നെ അവിടെ പഠിക്കുന്ന സ്കൂള് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇപ്പം ഞാൻ പാലക്കാടാണുള്ള, എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബട്ട് എന്താ കാര്യം വെച്ചാലും
മോളുടെ സ്കൂൾ മാറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് വേറൊരു ട്യൂഷൻ കാണാനോ അവൾക്കിപ്പോൾ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ ഒരു ആപ്പ് എനിക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ പറയാൻ വെച്ചാൽ മൈ കോഴ്സാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ വരുന്ന ഏതൊക്കെയാണ് ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ് ആ കാര്യങ്ങളൊക്കെയാണ് മൈ കോഴ്സിൽ വരുന്നത്. കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഏതൊക്കെ ഇതാണ് എടുത്തതെന്നുണ്ട്. പിന്നെ മൈ ഫേവറേറ്റ്സ് ഉണ്ട്. നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് വെച്ചാൽ നമുക്ക് ചാപ്റ്റർ അതിൽ ആഡ് ചെയ്തിടാം. പിന്നെ പാരൻറ്റ് കോർണർ ഇത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ലേണിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാണും. കാരണം നമ്മൾ കുട്ടിക്ക് ഫോൺ കൊടുത്താലും ഇപ്പോൾ പാരൻറ്റിന് അറിയണം എത്ര പഠിച്ചു എന്ന്, അവർ ഫോണിൽ പഠിക്കുകയാണോ കളിക്കുകയാണോ എന്ന്. എൻ്റെ മോളൊന്നും അങ്ങനെ ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. കളിക്കാനൊക്കെ ഞാൻ അവൾക്ക് വേറെ തന്നെ ടൈം കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല, അവൾക്ക് പഠിക്കാൻ ഇഷ്ടമായിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ആപ്പിനെ പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങണം എന്ന് പറഞ്ഞത്. അത് നല്ല സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഇംഗ്ലീഷ് അവൾ എത്ര പഠിച്ചു എന്ന്, എത്ര ചാപ്റ്റർ പഠിച്ചു. ഓൺ ഗോയിങ് ചാപ്റ്റർ 1 അതിൽ എത്ര, നോട്ട് സ്റ്റാർട്ടഡ് ചാപ്റ്റർ 14. അപ്പോൾ 15 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ അവൾ പഠിച്ചു. അതിവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഇതിലും ഉണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഹോം ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൾക്ക് 100 ഔട്ട് ഓഫ് 100 കിട്ടി. അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം, കാണിക്കാം. അത് ഇവിടെ കാണാം. പെൻഡിങ് പാസ്റ്റ് ഇതിൽ ഒരു എക്സാമാണ് എഴുതിയത്, മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ. അതിൽ 100% അവൾ സ്കോർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിലേക്ക് പോവാം. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ പോലെ പാരൻ്റൽ കോർണർ എടുത്തു കഴിഞ്ഞാൽ ഒരു പാരൻറ്റിന് അവർ കുട്ടീൻ്റെ വിദ്യാഭ്യാസം എത്രയുണ്ട്, എന്ത് പഠിച്ചു എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ബേസിക്കലി ഒരു ട്യൂഷന് പോകുമ്പോൾ ടീച്ചറോട് ചോദിക്കില്ല എങ്ങനെയുണ്ട് എൻ്റെ കുട്ടി പഠിക്കുന്നുണ്ടോ, അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു ഗുണമുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ട്യൂഷൻ ഈ ഒരു കൊറോണ കാലത്ത് നമ്മൾ ട്യൂഷന് വിട്ടിട്ട് വേറെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനേക്കാളും ഭേദം. അതേപോലെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാകും, ബട്ട് അതിലുള്ള ലിമിറ്റേഷൻ പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് റീജനറേറ്റ് ചെയ്ത് കിട്ടില്ല. ഇതാകുമ്പോൾ ഉള്ള ഗുണം എന്താണ്, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് കാണാനുള്ളത് ആഡ് യൂസർ. നമുക്ക് വേണമെച്ചാൽ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. റെഫർ ഫ്രണ്ട്സ്, ഡൗട്ട് ടിക്കറ്റ്. ഈ ഡൗട്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ്, അല്ലെങ്കിൽ നമുക്കും അറിയില്ല ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ സിലബസിനെ പറ്റി. അപ്പോൾ നമുക്കിവിടെ ഒരു ടിക്കറ്റ് റേസ് ചെയ്യുക. ഏതാണ് സബ്ജക്റ്റ്, ചാപ്റ്റർ എത്രയാണ്, ടോപ്പിക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതിൽ വോയിസും നമുക്കായിട്ട് റെക്കോർഡ് ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ അതിൻ്റെ വല്ല ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പിന്നിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈ ട്യൂഷൻ ആപ്പ് 90+ മൈ ട്യൂഷൻ ആപ്പ് വളരെ വേർത്തിയാണ്. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുത്തു, അതേപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ കുട്ടികളെ സേഫാക്കി വീട്ടിൽ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യുന്നു. ഗുഡ് ബൈ.